ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ശനിയാഴ്ച ഹാജരാകാൻ നോട്ടീസ്. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരുമുണ്ട്. ആർ റോഷിബാൽ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ആർ റോഷിബാൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് അത് റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ് ആയി അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് അതിന്റെ തുടർ പ്രവൃത്തികൾ എവിടെ വെച്ച് നിലച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസിൽ വീണ്ടും ആക്റ്റീവ് ആവുകയാണ്. സുജയ പാർവതി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുവെന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. അത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നൊന്നായി റിപ്പോർട്ടർ പുറത്തുവിട്ടു. ആ കേസിൽ ഇപ്പോൾ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നു. ശനിയാഴ്ച ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേസിൽ 7 പ്രതികളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷന്മാരടക്കം രഞ്ജു അടക്കമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും വിശ്വസ്തനായ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷനടക്കം പ്രതികളാണ്. അത്രയും പ്രതികളുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ചപ്പോൾ ലഭിച്ച ചില സന്ദേശങ്ങൾ, ചില ശബ്ദ സന്ദേശങ്ങളിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പരാമർശിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കിയിരുന്നു. ഇനി ആ സംരക്ഷണം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല, ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇപ്പോൾ വേഗത്തിൽ അത് സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നത്. കാരണം കുറ്റപത്രം അധികം താമസിയാതെ തന്നെ കൊടുക്കണം. ആ കുറ്റപത്രം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഏതായാലും ഈ 7 പേരുടെയും മൊബൈൽ ഫോണുകളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി ക്രൈംബ്രാഞ്ച് സംഘത്തിന് മാറിയത് ഈ സർവർ പങ്കുവെക്കാത്തതാണ്. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അംഗത്വം ചേർത്തതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഉൾപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ ആ സെർവറിലാണ്, അതിന്റെ വെബ്സൈറ്റിലായിരുന്നു. പക്ഷേ ആ സെർവറിലുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടില്ല. പലവട്ടം ക്രൈംബ്രാഞ്ച് തന്നെ നോട്ടീസ് അയച്ചു. കോടതി നിർദ്ദേശിച്ചിട്ട് പോലും അവർ ഇത് സെർവർ പങ്കുവെക്കാൻ തയ്യാറായില്ല. അത് അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കോടതിയിലാണ് അതിൻ്റെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പോലീസ് ഇത് സംബന്ധിച്ച് കടുത്ത നടപടിയിലേക്ക് പോയതാണ്. പക്ഷേ കോടതിയിലാണ് അത് തടയുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതൃത്വം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ദേശീയ കമ്മിറ്റി ആ സെർവർ പങ്കുവെച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഏതൊക്കെ വഴിയാണ്, ഗൂഗിൾ പേ വഴിയാണ്, ഈ അക്കൗണ്ട് വഴിയാണ് പണം അക്കൗണ്ടിലേക്ക് കൈമാറിയത്, യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യാജ തിരിച്ചറിയൽ കാർഡ് ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരുണ്ട് എന്നത് ഉറപ്പിക്കുകയല്ലേ? ആ ശബ്ദരേഖയിൽ പേരുണ്ട് എന്നത് കൂടി വ്യക്തമാകുമ്പോൾ ശനിയാഴ്ച ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകുന്നു. വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകുന്ന നീക്കം അത് രാഷ്ട്രീയമായി നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? കാരണം VD സതീശൻ ഇന്നലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന ഒരു സൂചന ഇടുകയാണ്. അപ്പോഴാണ് 3-ാം പ്രതി അഭിനന്ദ് വിക്രമിന്റെ ശബ്ദരേഖയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അത് ചോദ്യം ചെയ്യലിന് കൃത്യമായി ഉപയോഗിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് എന്നത്. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യം ഉയരില്ലേ റോഷിബാൽ? സുജയ പാർവതി, അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലീസിന് ക്രൈംബ്രാഞ്ചിന് വളരെ നേരത്തെ തന്നെ ഇതാകാമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി, മാത്രവുമല്ല പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധമില്ലാത്ത അവസ്ഥയാണ്. ഇനി കോൺഗ്രസിന് പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കാര്യത്തിൽ സംരക്ഷിക്കാൻ കഴിയില്ല. ആ അവസ്ഥയിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് തന്ത്രപൂർവ്വം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധമുണ്ടെന്ന് അന്ന് തന്നെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ, ശബ്ദരേഖകളടക്കം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയും. മാത്രവുമല്ല ഈ കേസിൽ പിടിയിലായ പ്രതികളായ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തരാണ്. നിലവിൽ 6 പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുള്ളത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 6 പോലീസ് സ്റ്റേഷനുകളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇനിയും ഞെട്ടിക്കുന്ന തെളിവുകൾ വരേണ്ടത് ഈ സർവർ പങ്കുവച്ചാൽ മാത്രമാണ്. കാരണം അത്രയേറെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് കോടതിയിൽ രേഖാമൂലം തെളിയിക്കണമെങ്കിൽ ഈ സർവർ, അതിൻ്റെ കുറ്റവാളികൾ, അതിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ സർവർ പങ്കുവെക്കണം. കാരണം സർവറിലാണ് ഈ അക്കൗണ്ട് വിവരങ്ങൾ ഉണ്ടാവുക. ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഓരോ അംഗങ്ങളും അംഗത്വം എടുക്കാൻ വേണ്ടി പണം കൈമാറിയതെന്ന് ആ ബാങ്ക് അക്കൗണ്ട് ഉടമയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ആ ഒറ്റ കാരണം കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി
ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിട്ടില്ല. അതാണ് അന്വേഷണത്തിന് പ്രതിസന്ധിയായത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനകളുള്ള ചില ശബ്ദങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചു. അത് മൂന്നാം പ്രതിയുടെ ശബ്ദരേഖയിൽ നിന്നാണ് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കുറേ ദിവസമായി അന്വേഷണ സംഘത്തിന് ലഭ്യമായിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പ്രതിരോധം തീർക്കും, അല്ലെങ്കിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന ആശങ്ക ക്രൈംബ്രാഞ്ചിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അന്വേഷണം വൈകിപ്പിച്ചത് എന്ന വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരു നല്ല അവസരം എന്ന നിലയിൽ അത് ഉപയോഗിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോൺഗ്രസുമായി ഇപ്പോൾ ബന്ധമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന് ഈ കേസിന്റെ കാര്യത്തിൽ ഇനി സംരക്ഷിച്ച് രംഗത്ത് വരാൻ കഴിയില്ല എന്ന ഒരു ഘട്ടത്തിലാണ് കൃത്യമായി ആ ശബ്ദരേഖയിൽ പരാമർശിക്കുന്ന പേരിൽ ചോദ്യം ചെയ്യലിലേക്ക് കിടക്കുന്നത്. ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്യൽ. അപ്പോൾ അതിന്റെയും തുടർ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം.